ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. പെൻഡാസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. കുറച്ച് 3-4 കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഡാലിക പ്ലാന്റ്സും ഉണ്ട്. പിന്നെ ക്യാറ്റ്സ് ക്ലോൻ്റെ ചെറിയ തൈകൾ സെയിലിനുണ്ട്. 50 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ മിനിയേച്ചർ സീനിക്കേൻ്റെയും കുറച്ച് കളർ വെറൈറ്റീസ് ഉണ്ട്. ചിലർ വീഡിയോ ആദ്യം മാത്രം കണ്ടിട്ടേ ഫോൺ നമ്പർ കിട്ടി കഴിയുമ്പോൾ മെസ്സേജ് ഇട്ട് ചോദിക്കും എന്തൊക്കെ പ്ലാന്റ്സാണ് ഉള്ളതെന്ന്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഏതൊക്കെയാണ് പ്ലാന്റ്സ് ഉള്ളതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പെൻഡാസിൻ്റെ ഈ കളറുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ്. പോട്ടിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ DTDC വഴിയാണ് കേട്ടോ പ്ലാന്റ്സ് അയക്കുന്നത്. പോസ്റ്റ് വഴി ഇപ്പം നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നില്ല. സ്ഥലം വരുന്നത് വയനാട് അമ്പലവയലാണ് കേട്ടോ. പിന്നെ നമുക്ക് സീനികേൻ്റെ 3-4 കളറുകളോളം ഉണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ്, ഓറഞ്ച്, യെല്ലോയും ഉണ്ട് കേട്ടോ. അങ്ങനെ 3-4 കളറാണുള്ളത്. എല്ലാം പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ്. ഡാലികേൻ്റെ ആണെങ്കിൽ ഒരു 5-6 കളറോളം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 199 രൂപയ്ക്ക് 4 എണ്ണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. 199 രൂപയ്ക്ക് 4 കളറാണ് കൊടുക്കുന്നത്. അത്യാവശ്യം കിഴങ്ങൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. ചിലതിലൊക്കെയാണ് കിഴങ്ങില്ലാത്തതുള്ളൂ. അപ്പോൾ ഇതുപോലെ മൊട്ടായി നിൽക്കുന്നതാണ് ഇപ്പോൾ കൂടുതലുള്ളത്. പൂവുള്ളത് നമ്മൾ കുറച്ച് അയച്ചു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിരുന്നു. പിന്നെ ഇപ്പം നല്ല വെയിലും ചൂടുമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതലും ഇങ്ങനെ കിഴങ്ങുള്ള പ്ലാന്റ്സൊക്കെയാണ് അയക്കുന്നത്. ചിലത് പോട്ടോട് കൂടിയുള്ളത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. മഴയൊക്കെ എല്ലായിടത്തും ഒന്നും മഴയില്ല. നമുക്കിവിടെ 2-3 മഴയൊക്കെ കിട്ടി കേട്ടോ. എന്നാലും മഴ പെയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ചൂടാണ്. ഈ ഒരു ഡാലിക പ്ലാന്റൊക്കെ നമ്മൾ അത്യാവശ്യം വെയിലുള്ള ടൈമിൽ നട്ട് പിടിപ്പിച്ച് വെയിലത്ത് വെച്ചാലേ നല്ല പൂവൊക്കെ ഉണ്ടാവുള്ളൂ. മഴ ടൈമിൽ ഇത് തളിർത്ത് വരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഡാലിക കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കുറേ പേര് ചോദിക്കാറുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ഇതുപോലെയുള്ള കിഴങ്ങുകളാണ് കേട്ടോ കൂടുതലും. എല്ലാത്തിലും തന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള കിഴങ്ങുകളാണ് ആയിട്ടുള്ളത്. പ്ലാന്റും അത്യാവശ്യം ഹെൽത്തി ആണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. കട്ടിങ്സൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ പറ്റും. ആ ടൈപ്പുള്ള പ്ലാന്റാണ് കേട്ടോ. കട്ടിങ് എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് പ്ലാന്റ്സ്. അപ്പോൾ ഇത് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ നട്ട് തണലത്ത് വെക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ തണൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. ഒരു കാരണവശാലും വെയിലുള്ളത് ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം വെയിലത്തേക്ക് എടുത്ത് വെക്കുക. പിന്നെ അധികം വളങ്ങളൊക്കെ ഇട്ട് നടണമെന്നില്ല. ഒന്ന് പിടിച്ചതിന് ശേഷം നിങ്ങൾ ഈ നടുന്ന പോട്ടൊന്ന് മാറ്റി ഏതെങ്കിലും ചാക്കിലേക്കോ ഇനി നിലത്തേക്കോ ഒക്കെ വെക്കുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നട്ടാൽ മതി. പിടിച്ചതിന് ശേഷം വെയിലത്ത് വെച്ചില്ലെങ്കിലും വളങ്ങളിട്ടില്ലെങ്കിലൊക്കെ മുരടിപ്പ് വരും. നല്ല വെയിലും ഉണ്ടായാലേ നല്ലോണം പൂക്കളുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വെയിലത്തോട്ട് വെക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ കയ്യിൽ സെയിലായിട്ടുള്ളത് ക്യാറ്റ്സ് ക്ലോൻ്റെ തൈകളാണ് കേട്ടോ. ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ഈ ഒരു ചെടിയുണ്ട്. ഇപ്പോഴാണ് ഇത് എല്ലായിടത്തും ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അപ്പം വാങ്ങണമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. നല്ല തൈകളാണ് കേട്ടോ ഉള്ളത്. റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ തൈയിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് കേട്ടോ ഉള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെടി മാത്രം മതി എന്നാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഈ ഒരു കവറോട് കൂടി തന്നെ അയക്കും കേട്ടോ. അല്ല ഇതിൻ്റെ കൂടെ നിങ്ങൾ ഡാലികയും അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് കളഞ്ഞിട്ടേ അയക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കൊറിയർ ചാർജ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.